ഇന്നലെയായിരുന്നു കേരളം കാത്തിരുന്ന തിരുവോണം ബമ്പറിൻ്റെ സമ്മാന വിജയി ആര് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം വന്നത്. പക്ഷേ ഇപ്പോഴും ആ സമ്മാനം നേടിയ ഭാഗ്യവാൻ ആര് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് 25 കോടി അടിച്ച ഭാഗ്യവാൻ കൊച്ചി നെട്ടൂർ സ്വദേശിയാണ് എന്നാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് തൻ്റെ സുഹൃത്ത് കണ്ടുവെന്ന് ടിക്കറ്റ് വിറ്റ ലതീഷ് പറഞ്ഞു. മറ്റു സൂചനകളോ പേരോ അറിയില്ലെന്നും ലതീഷ് പറയുകയാണ്. ടിക്കറ്റ് താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ലതീഷിനൊപ്പം കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ആ ഭാഗ്യവാൻ ആര് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു മാധ്യമങ്ങൾ അടക്കം. നെട്ടൂർ സ്വദേശിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സമൂഹത്തിലേക്ക് വരുമോ, പേര് വെളിപ്പെടുത്തുമോ എന്നുള്ളൊക്കെ കാര്യത്തിൽ സംശയം നിഴലിക്കുകയാണല്ലേ. എന്തായാലും ഈ ലോട്ടറി ഏജൻസി ഉടമ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുതൽ വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും. ആരാണ് ആ ഒരു ഭാഗ്യവാൻ 25 കോടി രൂപ അടിച്ചത്? ഇന്നും അതിനൊരു ആകാംക്ഷയ്ക്ക് അറുതി വന്നിട്ടില്ല. എന്നാൽ ചില സൂചനകൾ കൃത്യമായി ഇന്ന് രാവിലെ ലഭിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്ന 25 കോടി ലഭിച്ച മഹാഭാഗ്യവാൻ അത് നെട്ടൂർ സ്വദേശി തന്നെയാണ്. ഈ വിൽപ്പന നടത്തിയ ലതീഷിൻ്റെ കടയ്ക്ക് സമീപമുള്ള ആൾ തന്നെയാണ് എന്ന കൃത്യമായ ഒരു സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ലതീഷ് തന്നെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയും ഭാഗ്യവാന് വേണ്ടി ഏറെ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലതീഷ് ചേട്ടാ, നമ്മളെ ഒരു ആകാംക്ഷയ്ക്കൊരു വിരാമമാകുകയാണ് അല്ലേ? ആകാംക്ഷയ്ക്കൊരു വിരാമമാകാൻ പോകുന്നു തന്നെ കരുതിക്കൂടെ ഈ ഒരു സമയത്ത്? അല്ല, നെട്ടൂരുകാരനാണെന്നുള്ള എൻ്റെ ഒരു ഇതിന് എന്നോട് പറഞ്ഞതാ. പുള്ളി പറഞ്ഞത് അബദ്ധമായിട്ടിരിക്കണേ ഇപ്പം എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാനിത് പറയുമെന്ന് പുള്ളി ഓർത്തില്ല. അപ്പോൾ നെട്ടൂരുകാരൻ തന്നെ ആയിരിക്കും, ഉറപ്പാണത്. നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് ഏകദേശം ആളറിയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്ത് അധികം? അതിപ്പോൾ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞതല്ല, എന്നോട് പറഞ്ഞൊരാൾ ഞാൻ പറഞ്ഞാണ് അയാൾ ഇന്ന പോലെ പറഞ്ഞതെന്ന്. അപ്പോൾ നാളെ രാവിലെ നമുക്കറിയാം, എന്തായാലും അറിയാം. ഇത് മറ്റേ 1 കോടി പോലെ അല്ലല്ലോ. ആൾ ബാങ്കിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്ത് പറയുമെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ പുറത്ത് പറയൂല, അതറിയുള്ളൂ. എന്നാലും അറിയും ഉറപ്പായിട്ടും. ഒരുപാട് കാലം എന്തായാലും മറച്ചു വെക്കാൻ പറ്റൂല. ഇതിപ്പോൾ ലതീഷോട് സുഹൃത്തല്ലേ ഇത് പറഞ്ഞത്? അതെ. ആ സുഹൃത്തിൻ്റെ നമ്പറും പേരൊന്നും ചോദിക്കരുത്. ആൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ഒരു ആകാംക്ഷയൊക്കെ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്. ചിത്രം ഫോട്ടോ അയച്ചു കൊടുത്താൽ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ദൂരെയാണോ അല്ലെങ്കിൽ അല്ല, ഈ എവിടെയാണെന്ന് പോലും ആളുടെ പേര് പോലും എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ എവിടെയാണ് ഏകദേശം ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് ഏകദേശം അറിയാം. എന്നാലും എന്നോട് പേര് പോലും പറഞ്ഞില്ല. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞാലാന്ന് പറഞ്ഞാൽ എന്നോട് പറയാത്ത കാര്യം. അപ്പോൾ എന്തായാലും ഇത്ര ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. ഇന്നലെ തന്നെ മനസ്സിൽ ചില ആളുകൾ ഉണ്ടായിരുന്നില്ല ഇത് പറഞ്ഞപ്പോൾ നമ്മൾ? അല്ല, അത് പറയും മറ്റവർക്കാണ് അടിച്ചത്, അവിടെയാണ് അടിച്ചത് ഇവിടെയാണ് അടിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയില്ല. ഇന്നലെ തന്നെ അദ്ദേഹം ചില സംശയങ്ങൾ, സൂചനകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു ലോട്ടറി എടുത്തുകൊണ്ടുപോയ ആളുകളെ അടിക്കാൻ സാധ്യത, ആ ടിക്കറ്റ് താൻ വിറ്റു എന്ന് സംശയിക്കുന്ന ചില ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായിരിക്കാം ഭാഗ്യവാനെന്ന്. എന്നാൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അടിച്ച ടിക്കറ്റ് നമ്പറുള്ള ലോട്ടറി ആ സുഹൃത്ത് അയച്ചു കൊടുത്തു. അത് മറ്റൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ആളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും താൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അയച്ചു തന്നത്. എന്നാൽ കൂടുതൽ കാലം അല്ലെങ്കിൽ ഈ ഒരു ആകാംക്ഷയ്ക്ക് വിരാമമിടാതെ നിൽക്കാൻ കഴിയില്ല. കാരണം ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിക്കണം. ആ ഒരു ഘട്ടത്തിലെങ്കിലും പുറത്തു വരും. ബാങ്ക് അതത്ര രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചാൽ പോലും 25 കോടിയുടെ ഭാഗ്യവാൻ അത് മറഞ്ഞിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഭാഗ്യം നിറഞ്ഞ ലോട്ടറി കടയാണ് എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ 1 കോടി രൂപയുടെ സമ്മാനം ഇവിടെ തന്നെയാണ് അടിച്ചത്. 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഒരു ലോട്ടറി വിൽപ്പനയിലേക്ക് അദ്ദേഹം തിരിഞ്ഞിട്ട്. കൊപ്പറ ആട്ടിക്കൊടുക്കുന്ന വെളിച്ചെണ്ണ കച്ചവടവും എല്ലാമായി ഉള്ള ബിസിനസ്സിനിടയിലാണ് ലോട്ടറി കച്ചവടത്തിലേക്ക് കൂടി തിരിയുന്നത്. എന്നാൽ ഭാഗ്യങ്ങൾ തുടർച്ചയായി അദ്ദേഹത്തെ കടാക്ഷിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യദേവത വീണ്ടും ഈ ഒരു പരിസരത്ത് തന്നെ നിൽക്കുന്നു എന്ന് തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗ്യവാൻ കൂടി പുറത്തു വരുന്നതോടുകൂടി ഈ ഒരു ആകാംക്ഷയ്ക്ക്, കാരണം ഇത്രയും ദിവസങ്ങളായി ഇത് ലോട്ടറി എടുത്ത മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ആരായിരിക്കും, തങ്ങളാകുമോ ഞാനായിരിക്കുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച ആ ഒരു നിമിഷത്തിൽ നിന്ന് അത് ഒരു നെട്ടൂരുകാരനാണ് എന്ന സൂചനയിലേക്ക് എത്തിയിരിക്കുന്നു. അയാൾ പുറത്തു വരുന്നതോടുകൂടി ഇത് ഒരു വിരാമമാകും. ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി വരിക. നാളെ 10 മണിയോടുകൂടി തന്നെ അറിയാൻ കഴിയുമെന്ന കാര്യമാണ് ലതീഷ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത്.
ശരി ജിജീഷ്, എന്തായാലും കേരളം കാത്തിരുന്ന ആ ഭാഗ്യവാൻ നെട്ടൂരുകാരനാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. കാരണം ടിക്കറ്റ് വിറ്റ ലതീഷ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പക്ഷേ സ്വകാര്യതകൾ മാനിക്കേണ്ടതുണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് പുറത്തു പറയുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ബാങ്കിലാണ് ടിക്കറ്റ് നൽകുന്നത് എങ്കിൽ ബാങ്കിന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയം നിഴലിക്കുന്നുണ്ടെങ്കിലും ടിക്കറ്റ് വിറ്റ ലതീഷ് പറയുന്നത് നാളെ ഒരു 10 മണിയോടുകൂടി ഇതറിയാൻ സാധിക്കും. അദ്ദേഹം ഒരു പക്ഷേ പൊതുസമൂഹത്തിലേക്ക് എത്തിയിരിക്കാം എന്നാണ്. എന്തായാലും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട് ആരാണ് ഭാഗ്യശാലി എന്നുള്ളത്. കാരണം അത്രമാത്രം ആകാംക്ഷയാണ് ഓരോ തിരുവോണം ബമ്പറിനും മലയാളികൾ നൽകുന്നത് എന്ന് തന്നെയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.